Namaste viewers, welcome back to my new video. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഇന്നെന്ന് പറയുമ്പോഴത്തേക്കും 12-ാം തീയതിയാണ്. ഇത് കാണിക്കുന്ന നിഫ്റ്റിയുടെ പെർഫോമൻസ് ആൻഡ് നിഫ്റ്റി ആൻഡ് ഓപ്ഷൻ്റെ പെർഫോമൻസ്. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ വിൻറ്റഡ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് കറക്റ്റ് ടൈമിൽ ഒരു എൻട്രി എടുക്കാം, ഒരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എങ്ങനെ നേടാം എന്നുള്ളതാണ്. നിങ്ങൾക്കിത് ലൈവായിട്ട് കാണാൻ പഠിക്കാൻ ഈ സ്ട്രാറ്റജി പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ കോൺടാക്ട് ചെയ്തുള്ള വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഓഫീസ് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ഓഫീസിലോട്ട് വരാവുന്നതാണ്. അപ്പം ഞാൻ കാണിക്കുന്നത് രാവിലെ തന്നെ നമുക്ക് ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നു നിഫ്റ്റിയിൽ. ഇപ്പം മാർക്കറ്റ് റേറ്റ് 24,869 നിൽക്കുവാണ്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 3 മണിയോട് എടുക്കുന്ന നമുക്ക് രാവിലെ ട്രേഡ് വന്നതുണ്ട്. ഗ്രീൻ കളറിൽ ആപ്പാണ് നമുക്ക് ബൈ ചെയ്യാൻ ഇൻഡിക്കേഷൻ. അത് രാവിലെ വന്നത് ഏറ്റവും വേണ്ടി നോക്കി. ഇത് സിഗ്നൽ സോഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് പിക്ക് ചെയ്ത് നമ്മളിത് കൺഫേം ആണെന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. സിഗ്നൽ വരുമ്പോൾ അലേർട്ട് മെസ്സേജ് വരും. അതുപോലെ മേളിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ബൈ ആയിട്ട് 24,583 രാവിലെ സോഫ്റ്റ് നമുക്ക് ബൈ കാണിച്ചത്. അതായത് ബൈ എന്ന് പറയുമ്പോൾ കോൾ സൈഡ് മാത്രം നമുക്ക് എൻട്രി എടുക്കാം. അതുപോലെ 24,583 ഈ ലെവൽ അനുസരിച്ചുള്ള ഏത് സ്ട്രൈക്ക് നിങ്ങൾക്ക് എടുക്കാം. അവിടെ നിങ്ങളുടെ ക്യാപിറ്റൽ അനുസരിച്ച് നിങ്ങൾക്ക് ഇൻ ദ മണി സെലക്ട് ചെയ്യാം, അറ്റ് ദ മണി പോകാം, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ മണി പോകാം. അപ്പം ഇത്രയും നോക്കാം. അതായത് നമ്മൾ നിഫ്റ്റി നോക്കുമ്പോൾ തന്നെ മെയിനായിട്ട് ഈ ഒരു 2 കാര്യം നമ്മൾ മനസ്സിലാക്കാം. കോളാണ് അത് ഏത് സ്ട്രൈക്ക് എന്നുള്ള മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി നമ്മൾ ആ സ്ട്രൈക്കിൻ്റെ ചാർട്ടിനെ ഫോളോ ചെയ്താൽ മതി. സോഫ്റ്റിൽ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ചാർട്ട് കൂടെ നമുക്ക് അവൈലബിൾ ആയതുകൊണ്ട് നമ്മൾ ഏത് സ്ട്രൈക്ക് എടുത്താലും ആ സ്ട്രൈക്കിൻ്റെ ചാർട്ടിൽ ബൈ ഉണ്ടോ എന്ന് നോക്കുക. അവിടെ നമുക്ക് ഓൾറെഡി ഞാൻ എടുത്തിരിക്കുന്ന 24,400 കോൾ ഓപ്ഷൻ്റെ ചാർട്ടാണ്. അവിടെ നോക്കിയാൽ നമുക്ക് രാവിലെ ബൈ വന്നു. ഇനി ഇത് കൺഫേം ആണെന്ന് നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക. അതെങ്ങനെയാണ്? പ്രൈസ് ഇവിടെ ബൈസോണിനെ കാണിക്കണം. ബൈ ആണെങ്കിൽ ബൈസോൺ തന്നെ ആയിരിക്കണം. അതുപോലെ ആരോടെ താഴത്ത് ഈ ബാർ കണ്ട ഓരോ ക്യാൻഡിൽ ഓരോ ബാർ ഇങ്ങനെ ഫോം ചെയ്ത് വരുവേ. ഇപ്പോൾ സിഗ്നൽ വരുമ്പോൾ നമുക്ക് അവിടെ ഒറ്റ ബാറേ കാണുള്ളൂ. അത് ഗ്രീൻ ആയിരിക്കണം. 2 കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. ട്രേഡ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. സോഫ്റ്റ് നമുക്ക് എൻട്രി കാണാം. നമ്മൾ ഏത് സ്ട്രൈക്ക് എടുത്താലും എൻട്രി അവിടെ കാണിച്ചിട്ട് 261.10 നമുക്ക് എൻട്രി വന്നത്. അപ്പോൾ നമ്മൾ മാർക്കറ്റോട് ഇടുമ്പോൾ ചെറിയ വ്യത്യാസം കിട്ടും. മേളിലോ അതിൻ്റെ താഴത്തോ റേറ്റിൽ കിട്ടും. നോ പ്രോബ്ലം. അവിടെ എൻട്രി ചെയ്യാം. താഴത്തോട്ട് വയ്ക്കുക. 287, 308, 328 ഇങ്ങനെ 3 എക്സിറ്റ് ലെവലാണ് അവിടെ കാണിച്ചത്. അത് ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്ത് ഇപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ഒരു 1 സൈഡ് മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്ത ശേഷം ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് അവിടെ നോക്കിയാൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു ലെവലിൽ നമ്മുടെ ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്ത് നമ്മൾ എക്സിറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. പിന്നീട് നിങ്ങൾക്ക് ഒരു ഇങ്ങനെയുള്ള 1 സൈഡ് മാർക്കറ്റിൽ എൻട്രി എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ റെഡ് സ്റ്റാർ ഉണ്ടാവും. അത് റെസിസ്റ്റ് ചെയ്യുന്ന ലെവലാണ്. അതിനെ എവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുന്ന മാർക്കറ്റ് ആ ലെവൽ വെച്ച് നിങ്ങൾക്ക് ഇതിന് രണ്ടാമത് റീ എൻട്രി ചെയ്യാം. ഇവിടെ വരുന്ന റീ എൻട്രി നോക്കേണ്ട. ബ്രേക്ക് ഔട്ടിൽ നമുക്ക് ഡയറക്റ്റ് ട്രേഡ് എടുക്കാം. റീ എൻട്രി എടുക്കാവേ. അവിടെ നല്ല രീതിയിൽ മാർക്കറ്റിൽ കയറി ഇപ്പോൾ 301 പോയിൻ്റാണ് മാർക്കറ്റിൽ കയറി നിൽക്കുന്ന. ആ 261 വന്ന ട്രേഡ് 589 കറക്റ്റ് ആ ടൈമിൽ തന്നെ നമ്മുടെ സോഫ്റ്റ് സിഗ്നൽ അവിടെ ഡിറ്റക്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഒരു 80 to 90% കൺഫേം ആക്രോസ് ചെയ്യുന്ന ട്രേഡിംഗ് സ്ട്രാറ്റജി നിങ്ങൾക്ക് ലൈവായിട്ട് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കോൺടാക്ട് ചെയ്യുക. ലൈവായിട്ട് ഡെമോ എടുക്കുക. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നമ്മൾ ഡയറക്റ്റ് ഇൻസ്റ്റാൾ ആക്കി തരും. പ്രോപ്പർ ട്രെയിനിങ് തരും. അപ്പോൾ ഡെമോ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക.